ഉപ്പുമാവ് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉപ്പുമാവ് വളരെ ഇഷ്ടമാണ്. എന്നാൽ ചില ആൾക്കാർക്ക് ഉപ്പുമാവിനോട് അത്ര വലിയ പ്രിയവും കാണില്ല. എന്നാൽ നമുക്കൊരു വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? നമുക്കൊരു ബീട്രൂട്ട് ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ റെയറായിട്ടേ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. കുറേ ആൾക്കാർ കഴിച്ചിട്ട് ഉണ്ടാവുകയുമില്ല. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: വറുത്ത റവ ഒരു 600 ഗ്രാം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഒരെണ്ണം ചോപ്പ് ചെയ്തത്, ക്യാബേജ് 1/4 കപ്പ്, ബീട്രൂട്ട് ഒരെണ്ണം ചോപ്പ് ചെയ്തത്, ക്യാപ്സിക്കം ഒരെണ്ണം ചോപ്പ് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, സവാള വലിയൊരു സവാളയാണ്, അത് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റവ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് പാനിനകത്ത് വെച്ചൊന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന റവയാണ്. അപ്പം അത് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് അറിയത്തില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഇനി നമ്മൾ ഒരു സ്റ്റൗവിലോട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അല്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണേ ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, കാരണം പെട്ടെന്ന് ഈ ജീരകം ഒന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇടാൻ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞ ഉടനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളകിൻ്റെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഇനിയും കുറവ് മതിയെങ്കിൽ ഈ 2 എണ്ണത്തിന് പകരം ഒരെണ്ണം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ആഡ് ചെയ്യാം. സവാള തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അപ്പം നമ്മൾ സവാള ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കളറും ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ ഇതിനകത്ത് അല്പമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പച്ചക്കറി ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ഇതൊന്നും കുക്ക് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഉപ്പെല്ലാം നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമേ വെക്കണ്ട. അപ്പം പച്ചക്കറിയുടെയൊക്കെ ആ നിറം നഷ്ടപ്പെടാതെ ഒന്ന് നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് യോജിപ്പിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വരാനൊക്കെ വളരെ നല്ലതാണ്. ക്യാരറ്റ് ആണെങ്കിലും നമ്മുടെ കണ്ണുകൾക്ക് പിന്നെ നിറം വർദ്ധിപ്പിക്കാൻ ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒക്കെ നല്ലതാണ് ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 600 ഗ്രാം റവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിലെ ആവശ്യമായിട്ടുള്ളത് 1 ലിറ്റർ വെള്ളമാണ്. കൂടുതൽ വെള്ളം ചേർത്ത് അത് കുഴഞ്ഞു പോകും. പിന്നെ കുറച്ച് വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് റവയെല്ലാം വേഗാതെയും കിട്ടും. അപ്പോൾ കറക്റ്റായിട്ടുള്ള വെള്ളം എടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനിയിപ്പോൾ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പില്ല എങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നീട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഉപ്പുമാവേൽ പിടിക്കാതിരിക്കും. അപ്പോൾ ഇപ്പം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ കൂടെ ഇടുന്നുണ്ട്. ഇനി ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മാഗി ക്യൂബ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ റവ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഞാനൊരു അല്പം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഉപ്പ് നന്നായിട്ട് വന്നെങ്കിലേ നമ്മുടെ ഉപ്മാവിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഞാൻ ജിഞ്ചർ അരിഞ്ഞതല്ലാതെ ചേർക്കുന്ന പേസ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് ചേർക്കുന്നത്. അത് ഞാൻ ഈ സമയത്ത് ചേർത്തു. ഈ സമയത്ത് തന്നെ നമ്മൾ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാടൊന്നും വേവില്ലല്ലോ, ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാനും കൂടെ കിട്ടും. അപ്പോൾ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തവർ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല ബീട്രൂട്ടിൻ്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ വെള്ളം ഒന്നും ഊറ്റിക്കളയുന്നൊന്നുമില്ല, ഇതിലേക്ക് തന്നെ റവ ഇട്ടെടുക്കുകയാണ്. അപ്പം ഇതിനകത്തെ ആ വൈറ്റമിൻസും മിനറൽസും എല്ലാം ആ വെള്ളത്തിലങ്ങ് അലിഞ്ഞങ്ങ് ചേരും. അതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും വരുന്നതല്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയൊരു റെസിപ്പിയാണ്. ജോലിക്കാർക്കൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന്, അപ്പോൾ ഒരു കളർഫുള്ളും ആകും, കുട്ടികളൊക്കെ ആണെങ്കിലും കഴിച്ചോളും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്, ഉപ്പുമാവ്. പിന്നെ നമുക്കിതൊരു മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ആ ഉള്ളിയും പച്ചക്കറിയും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി റവ ചേർക്കുമ്പോൾ ഒറ്റയടിക്കങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കരുത്. അത് അല്പമായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. കാരണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം, ഇങ്ങനെ എന്താ പറയുന്നത്, ഒന്ന് അരിച്ചിടുന്നത് പോലെ വേണം നമ്മൾ പെതുക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ റവ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ച് കട്ട കെട്ടി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ റവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കണ്ടോ, എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടോട് തന്നെ കഴിക്കാം. ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണിത്. നമ്മുടെ നോമ്പ് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊന്നും ഇല്ല എങ്കിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വൈകുന്നേരമാണെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നമുക്കാണെങ്കിലും ഈവൻ 4 മണിക്ക് തന്നെയല്ല, നമുക്ക് ഡിന്നറായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യാതിരിക്കരുത്. കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് തിരുമിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു വെറൈറ്റി ഉപ്പുമാവാണ്. എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, സാധാരണ ഉപ്പുമാവൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, നമ്മൾ വല്ലപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.